ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് +2 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററായ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് അറിയണം അല്ലേ? അപ്പോൾ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of a business carried on by all or any of them acting for all. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുറച്ച് ആളുകൾ കൂടി ഒരു ബിസിനസ് തുടങ്ങി അതിലെ പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യാം എന്ന് എഗ്രി ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ചായിരിക്കും ബിസിനസ് നടത്തുക. ചില കേസിൽ എല്ലാവരും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പേരായിരിക്കും ബിസിനസ് നടത്തുന്നുണ്ടാവുക. ഇനി person who have entered into partnership with one another are individually called as partners and collectively called as firm. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിലുള്ള ഓരോ ആളുകളെയും നമ്മൾ ഇൻഡിവിജ്വലി വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്ന്, അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫേം എന്ന്. ഇനി പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിന് രണ്ടോ അതിലധികമോ ആളുകൾ വേണം, 2 or more persons എന്തായാലും നിർബന്ധമാണ്. ഇനി മിനിമം എത്ര ആളുകൾ വേണം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനായിട്ട്? മിനിമം 2 ആളുകൾ വേണം. മാക്സിമം എന്ന് പറയുന്നത് 2 ലിമിറ്റ് ഉണ്ട്. ഒന്ന് അണ്ടർ സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം 100ഉം റൂൾ 10 ഓഫ് കമ്പനീസ് മിസലേനിയസ് റൂൾ 2014 പ്രകാരം 50. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണെങ്കിൽ 100 ആളുകളും വേണം. അതേസമയം നമ്മൾ റൂൾ പ്രകാരമാണെങ്കിൽ കമ്പനീസ് റൂൾ പ്രകാരമാണെങ്കിൽ മാക്സിമം 50 persons ആണ് പാടുള്ളൂ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്. ദർ ഷുഡ് ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons ടു ഡു ബിസിനസ് ആൻഡ് share its profit and loss. It can be either oral or written, but in order to avoid the disputes, it is preferred to have a written agreement. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 അതിലധികമോ ആളുകൾ ചേർന്നിട്ടാണ് ഈ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു എഗ്രിമെൻറ്റ് വേണം. പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് വേണം. അപ്പോൾ എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറൽ ആയിരിക്കാം, അതായത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എഗ്രിമെൻറ്റ് ആയിരിക്കാം, റിട്ടേൺ എഗ്രിമെൻറ്റ് ആയിരിക്കാം. പക്ഷേ എപ്പോഴും പിന്നീടുള്ളൊരു തല്ലുകൂട്ടം ഒഴിവാക്കാനായിട്ട് റിട്ടേൺ എഗ്രിമെൻറ്റ് ആണ് നല്ലത്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബിസിനസ് ആണ്. എഗ്രിമെൻറ്റ് ഷുഡ് ബി ടു ക്യാരി ഓൺ സം ബിസിനസ്. മിയർ കോ ഓണർഷിപ്പ് ഓഫ് എ പ്രോപ്പർട്ടി ഡസ് നോട്ട് എമൗണ്ട് ടു പാർട്ട്ണർഷിപ്പ്. ഇനി എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ആയിരിക്കണം. അല്ലാതെ 2 പേര് കൂടി ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ് ആയിരിക്കില്ല, അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാനും പറ്റില്ല. അതിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇഫ് രോഹിത് ആൻഡ് സച്ചിൻ ജോയിൻലി പർച്ചേസ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ദേ ബിക്കം ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി, നോട്ട് ദ പാർട്ട്നേഴ്സ്. അപ്പോൾ രോഹിത്തും സച്ചിനും കൂടെ ഒരു പ്രോപ്പർട്ടി ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ജോയിൻറ്റ് ഓണേഴ്സ് ആണ്, പാർട്ട്നേഴ്സ് അല്ല. അതേസമയം ബട്ട് ഇഫ് ദേ ആർ ഇൻ എ ബിസിനസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ലാൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ദേ ആർ കോൾഡ് പാർട്ട്നേഴ്സ്. അതേസമയം ഇവർ 2 പേരും കൂടി ഒരു ബിസിനസ്സാണ് നടത്തുന്നത്, ലാൻഡുകൾ വാങ്ങി വിറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അവർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പാണ്. അല്ലാതെ ഒരു തവണ അവർ ഒരുമിച്ച് ഒരു ലാൻഡ് വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് കോ ഓണേഴ്സ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഓണേഴ്സ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് മ്യൂച്വൽ ഏജൻസി. ബിസിനസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് കൺസേൺ മേ ബി ക്യാരിഡ് ഓൺ ബൈ all the partners or any of them acting for all. നമ്മൾ പറഞ്ഞു ബിസിനസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ബിസിനസ് നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും പൈസ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷേ 1 or 2 ആളുകളായിരിക്കും ബിസിനസ് നടത്താം. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് 2 important implications. Every partner is entitled to participate in the conduct of the affairs of its business. അപ്പോൾ ഇതിനകത്ത് 2 ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്, ഒന്ന് എല്ലാ പാർട്ട്നേഴ്സിനും ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നടത്തിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ട്. There exists a relationship of mutual agency between all the partners. Each partner carrying on business is a principal as well as agent for the all other partners. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ 4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 4 പാർട്ട്നേഴ്സും പൈസ ഇൻവെസ്റ്റ് ചെയ്യും, 2 പാർട്ട്നേഴ്സും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറൊക്കെ ആയിരിക്കും ബിസിനസ് നടത്തുന്നുണ്ടാവുക. അങ്ങനെയുള്ളൊരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പാർട്ട്നേഴ്സും മറ്റൊരു പാർട്ട്ണറിന് പ്രിൻസിപ്പളുമാണ്, അതേസമയം ഏജൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ് അവർ തമ്മിൽ എക്സിസ്റ്റ് ചെയ്യണം. അടുത്ത പോയിന്റാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ദോ ദ ഡെഫിനിഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡിസ്ക്രൈബ്സ് എ പാർട്ട്ണർഷിപ്പ് ആസ് എ റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഹു അഗ്രി ടു ഷെയർ ദ
profit of a business, the sharing of loss is implied. The sharing of profit and loss is important. നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാര്യം മാത്രം ആ ഡെഫിനിഷനിൽ പറയണുള്ളൂ, പക്ഷേ ലോസും ഷെയർ ചെയ്യണം എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. നെക്സ്റ്റ് ഫീച്ചറാണ് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈച്ച് പാർട്ട്ണർ ഈസ് ജോയിൻലി ലയബിൾ ടു ദ തേർഡ് പാർട്ടി for all the acts of the firm done while he is a partner. Liability of a partner for the act of the firm is also unlimited. This implies that his private asset can be used for paying off the debts of the firm. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഒരു ആൾ ഒരു ഫേമിൽ പാർട്ട്ണർ ആയിരിക്കുന്ന ആ കാലയളവിൽ ഫേം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ കാര്യങ്ങൾക്കും പാർട്ട്ണർ ലയബിളാണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഫേമിൻ്റെ പ്രോപ്പർട്ടീസൊന്നും ഫേമിൻ്റെ ഡെപ്റ്റ്സ് പേ ചെയ്യാനായിട്ട് മതിയായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസുകളിൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് വരെ ഈ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാനായിട്ട് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്. ഇതങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണുന്നൊരു ടോപ്പിക്കൊന്നുമല്ല. ഇതിൽ ഇത്രയേ ഉള്ളൂ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് LLP ആക്ട് 2008 പ്രകാരം ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. അതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാനിത് കവർ ചെയ്യുന്നില്ല, ഇത് വെറുതെ വായിച്ച് നോക്കിയാൽ മതി. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ്. Agreement between partners can be either oral or written, but in case of writing, the document which contain the terms of agreement is called partnership deed. നമ്മൾ പറഞ്ഞു പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഐദർ ഓറലും ആയിരിക്കാം റിട്ടണും ആയിരിക്കാം. ഇൻ കേസ് നമ്മൾ റൈറ്റിങ്ങിലാണ് എഗ്രിമെൻറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇനി എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടൻസ്? ഇതിലെല്ലാ കണ്ടൻറ്റും ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ്സ് മെയിൻ ബിസിനസ്. ഫേമിൻ്റെ നെയിം, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ മെയിൻ ബിസിനസ് എന്താണെന്നുള്ളത്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സും എത്ര രൂപ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അക്കൗണ്ടിങ് പീരീഡ് ഫോർ ദ ഫേമിൻ്റെ അക്കൗണ്ടിങ് പീരീഡ്. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ആ പാർട്ട്ണർഷിപ്പ് എന്ന് തൊട്ടാണ് കമൻസ് ചെയ്തേക്കുന്നതെന്നുള്ള ആ ഒരു ഡേറ്റ്. റൂൾസ് റിഗാർഡിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂളുകൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റും ലോസും ഒക്കെ വരുമ്പോൾ അതിനെ ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണം എന്നുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ ലോണ്, അതുപോലെ ഡ്രോയിങ്സിൻ്റെ ഒക്കെ റേറ്റ് എത്രയാണെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ അത് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ്, ഓഡിറ്റേഴ്സ് ആരെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളത്. സാലറി, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ട്നേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചില കേസുകളിൽ ഒരു ബിസിനസ്സിൽ എല്ലാ പാർട്ട്നേഴ്സും ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ചില പാർട്ട്നേഴ്സ് മാത്രം വർക്ക് ചെയ്യുമെന്ന്. അങ്ങനെ പാർട്ട്നേഴ്സ് ബിസിനസ്സിന് വേണ്ടി ഫുൾ ടൈം നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ചില കേസുകളിൽ അവർക്ക് സാലറി കൊടുക്കും, അതുപോലെ കമ്മീഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സാലറി എത്രയാണ് അല്ലെങ്കിൽ കമ്മീഷൻ എത്രയാണെന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സിൻ്റെയും റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് എല്ലാം സ്പെസിഫൈ ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻസോൾവൻസി ഓഫ് വൺ ഓർ മോർ പാർട്ട്നേഴ്സ്, ഒന്നോ അതിലധികമോ പാർട്ട്നേഴ്സ് ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ അതിൽ നിന്ന് ഉണ്ടാവുന്ന ലോസുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എപ്പോഴെങ്കിലും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടുകളും എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. മെത്തേഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എമംഗ് ദ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. പിന്നെ റൂൾ ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ആവുന്ന ഒരു കേസിൽ അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടാവുമ്പോഴൊക്കെ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളത്. എനി അതർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഏത് മാറ്റേഴ്സ്, വേറെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. Normally, partnership deed covers all the matters affecting the
relationship of partners among themselves. However, if there is no express agreement on certain matters, the provisions of Indian Partnership Act 1932 shall apply. നോർമലി നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എല്ലാ കാര്യങ്ങളും പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോർമലി പാർട്ട്ണർഷിപ്പിൽ ഡീഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇല്ലെങ്കിൽ പിന്നീട് ഒരു വഴക്കുണ്ടാവും. ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു മാറ്റർ അതിൽ വിട്ടുപോയി, പിന്നീട് ഒരു പ്രശ്നം ഉദിച്ചു, അല്ലെങ്കിൽ പിന്നീട് ഒരു ക്വസ്റ്റ്യൻ അതിന് ഉദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് ആയിരിക്കും. Clause of partnership deed can be altered with the consent of all the partners. Deed should be properly drafted and prepared as per the provisions of Stamp Act and preferably registered with the registrar of firm. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഓൾട്രേഷൻസ് വരുത്താം. പിന്നെ സ്റ്റാമ്പ് ആക്ട് പ്രകാരം വേണം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് ദ ഫേം ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതുകൊണ്ടാണ് ഞാനിതിന് ഒരു ഇറ്റാലിക് ഫോമിൽ ഇട്ടേക്കുന്നത്. ഇനി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ അക്കൗണ്ടിങ്. ഇത് നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യണ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത്. ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഓരോ പാർട്ട്നേഴ്സും എത്ര പ്രോഫിറ്റ് ഷെയർ വേണം, അല്ലെങ്കിൽ അവരുടെ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വലി പ്രോഫിറ്റും ലോസും കൊടുക്കണം. അടുത്ത പോയിൻ്റാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിലും ഇങ്ങനെയാണ് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് പ്രോഫിറ്റ് ആയിരിക്കണം. ബിസിനസ്സിന് ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സ് ആരെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ വരുത്തി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ കേസിലും നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇത്ര ചാർജ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ബിസിനസ്സിന് പറ്റില്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ്. ഇഫ് എനി പാർട്ട്നേഴ്സ് ഹാസ് അഡ്വാൻസ്ഡ് സം മണി ടു ദ ഫേം ബിയോണ്ട് ദ എമൗണ്ട് ഓഫ് ഹിസ് ക്യാപിറ്റൽ ഫോർ ദ ബിസിനസ്, ഹി ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൂടാണ്ട് കുറച്ചും കൂടെ പൈസ ബിസിനസ്സിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ആ ഒരു മാറ്റർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീലിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 6% പെർ ആനം ഇൻട്രസ്റ്റ് അഡ്വാൻസസിന് കൊടുക്കണം. ഇനി റെമ്യൂണറേഷൻ്റെ കേസ്. സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷനെ പറ്റിയിട്ട് പാർട്ട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റെമ്യൂണറേഷനും പാർട്ട്നേഴ്സിന് കൊടുക്കില്ല. Apart from the above, Indian Partnership Act specifies that, subject to contract between the partners, if a partner derives any profit for him or herself from any transaction of the firm or from the use of the property or any business connection of the firm or the firm's name, he or she shall account for the profit and pay it to the firm. ഈ പോയിന്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആ ഒരു ഫേമിൻ്റെ പേരുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ ബിസിനസ് കണക്ഷൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഏതെങ്കിലും ട്രാൻസാക്ഷനിൽ നിന്നോ എന്തെങ്കിലും പ്രോഫിറ്റ് മറ്റുള്ളവർക്ക് കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് സീക്രട്ട്ലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഫേമിന് കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് എ പാർട്ട്ണർ ക്യാരീസ് ഓൺ എനി ബിസിനസ് ഓഫ് ദ സെയിം നേച്ചർ ആസ് ആൻഡ് കോമ്പീറ്റിംഗ് വിത്ത് ദാറ്റ് ഓഫ് ദ ഫേം, ഹി ഓർ ഷീ ഷാൽ അക്കൗണ്ട് ഫോർ ആൻഡ് പേ ടു ദ ഫേം ഓൾ ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ഹിം ഓർ ഹെർ ഇൻ ദാറ്റ് ബിസിനസ്. ഇനി ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഓൾറെഡി ഫേം നടത്തുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ അതേ നേച്ചറിലുള്ള അല്ലെങ്കിൽ കോമ്പീറ്റിംഗ് നേച്ചറിലുള്ള വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈ ഫേമിന് കൊടുക്കണം. ഇനി സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടാണ്. ഇതിനകത്ത് മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമൊക്കെ ഇനി നമുക്ക് വരുന്ന ചാപ്റ്ററുകളിലാണ്. അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററുകളിലുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പോയിൻ്റാണ് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. All transactions relating to the partners of a firm are recorded in the books of the firm through the capital account. There are two types of capital account. അപ്പോൾ
ഒരു പാർട്ട്ണറായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് 2 തരത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, രണ്ടാമത്തത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി. ഒറ്റ ഒരു ലെഡ്ജർ അക്കൗണ്ട് മാത്രമേ വരയ്ക്കാനുള്ളൂ. അതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് ഇടുക? ക്രെഡിറ്റ് സൈഡിലാണ് ഇടുക. അപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എൻട്രി ചെയ്താൽ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ബാങ്കിനെ നമ്മൾ എവിടെ ഇടണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇടുന്നത്. അപ്പോൾ ബാലൻസ് ബ്രോഡൗണിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാങ്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് സാലറി എന്തെങ്കിലും റിസീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ സാലറിനും നമ്മൾ ഏത് സൈഡിലിട്ടു? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലിട്ടു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതിനും നമ്മൾ ഡെബിറ്റ് സൈഡിലിട്ടു. ഇനി പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇതിൻ്റെ എൻട്രി ശരിക്കും വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കുമ്പോൾ നമ്മളത് നോക്കും. അതേപോലെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്താണ്? ക്യാപിറ്റൽ അത്രയും കുറയാണ്. അപ്പോൾ നമ്മൾ എന്താണ് എൻട്രി ചെയ്താൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാപിറ്റലിൽ നിന്നുള്ള കുറയുന്നു, അല്ലെങ്കിൽ പാർട്ട്ണർ പേ ചെയ്യേണ്ട ഒരു പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് ഇടുക. അപ്പോൾ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുപോലെ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് കുറയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനെയും നമ്മൾ ഡെബിറ്റ് സൈഡിലിട്ടു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറയുന്ന ഐറ്റംസിനെയൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിലിട്ടു. അതിലേക്ക് ഇൻക്രീസ് ആവുന്ന ഐറ്റംസ്, അതായത് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഏത് സൈഡിലിട്ടു? ക്രെഡിറ്റ് സൈഡിലിട്ടു. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. അതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. രണ്ടാമത്തേതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമുക്ക് 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇത് ഫിക്സഡ് ആയിരിക്കും. ഇതിനകത്ത് മാറ്റമൊന്നും വരില്ല. ഇതിനകത്ത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരണം. അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറയ്ക്കണം, അതായത് വിഡ്രോവൽ വരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു അക്കൗണ്ടിൽ മാറ്റം വരിക. ആൻഡ് ഇതും നമ്മൾ നോർമലി പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ്. അതേപോലെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണാം. ഇനി ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണും? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലും കാണാം. ഇതിൽ നോർമലി നമുക്കങ്ങനെ മാറ്റങ്ങളൊന്നും വരാറില്ല. ഇതിൽ മാറ്റങ്ങൾ വരിക അല്ലെങ്കിൽ ഇതിലെപ്പോഴും ഫ്ലക്ച്വേഷൻസ് വരിക പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമുക്ക് 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഒന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും കൂടെ ഒറ്റ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അക്കൗണ്ടിലാണ് കാണിച്ചത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ട് ക്യാപിറ്റലിലെ മാറ്റങ്ങൾ മാത്രം നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ, ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ പറഞ്ഞേക്കുന്ന എല്ലാ ഐറ്റംസും ഇടുന്ന സ്ഥലമാണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അതായത് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്, കമ്മീഷൻ, ഇങ്ങനെ ക്യാപിറ്റൽ കൂടുന്ന എല്ലാ ഐറ്റംസും നമ്മൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, അതുപോലെ ക്യാപിറ്റൽ കുറയുന്ന ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ എന്തെങ്കിലും ലോസ് വരുന്നുണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ എവിടെ ഇടണം? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഇടേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ 2 മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഡിസ്റ്റിങ്ക്വിഷ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ആദ്യത്തെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 കറണ്ട് അക്കൗണ്ട്.
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക് ഒറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഇടുന്നത്? ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് റിമെയിൻ അൺചേഞ്ച്ഡ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇടുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും. അതിലെപ്പോഴാണ് മാറ്റം വരിക? പുതിയതായിട്ട് എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാറ്റം വരുന്നുള്ളൂ. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇടുന്നത് എവിടെയാണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. കാരണം അതിൽ ആകെ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഇനി ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് റിമെയിൻ ഫിക്സ്ഡ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സ്ഡ് ആണ്. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും അതിലെ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോ ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒരേ അക്കൗണ്ടിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ അതിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ചില സമയത്ത് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവാം. ചില സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമുക്ക് പോരാണ്ട് വരുന്ന സിറ്റുവേഷനുകളിൽ നമുക്ക് എന്തുണ്ടാവാം? ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവാം. രണ്ടാമത്തെ പോയിൻ്റാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. നമ്മൾ നേരത്തെ മെയിൻ്റനൻസ് ഓഫ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് is an extension of profit and loss account in a firm. It shows how the profit are appropriated or distributed among the partners. Profit and loss appropriation account എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇതിനകത്ത് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓൾ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ത്രൂ ദിസ് അക്കൗണ്ട്. ഒരു പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എല്ലാ ഐറ്റംസും, അതായത് ഒരു പാർട്ട്ണറായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ഐറ്റംസും, പാർട്ട്ണറുടെ സാലറി ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിക്കോട്ടെ, എല്ലാം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. It starts with the net profit or net loss as per profit and loss account is transferred to this account. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് അതിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് വെച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ജേർണൽ എൻട്രീസ്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഇഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി അതേസമയം നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഫോർ ക്രെഡിറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴത്തെ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ഇത് നമ്മൾ നേരത്തെ ഈ എൻട്രിയൊക്കെ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ കാണിക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എങ്ങനെയാണ് ഇടുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. കാരണം ക്യാപിറ്റൽ കൂടുന്നതായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ current account. For transferring interest on capital to profit and loss appropriation account, profit and loss appropriation account debit to interest on capital. ഇനി profit and loss appropriation accountലേക്ക് interest on capital മാറ്റുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? profit and loss appropriation account debit to interest on capital. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക.
ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുമ്പോഴത്തെ എൻട്രി നമ്മൾ പറഞ്ഞു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഇടാറ്. അപ്പോൾ എൻട്രി എങ്ങനെയാണ് വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഫോർ ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അടുത്തത് പാർട്ട്നേഴ്സ് സാലറി. പാർട്ട്ണറിൻ്റെ സാലറി അതുപോലെ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് ഒരേപോലത്തെയാണ് കേട്ടോ. ഈ ഐറ്റം ഇത് കഴിഞ്ഞിട്ടുള്ള ഐറ്റം എന്നൊക്കെ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഒരുപോലത്തെ ട്രീറ്റ്മെൻറ്റ് ആണ്. ഫോർ ക്രെഡിറ്റിംഗ് പാർട്ട്നേഴ്സ് സാലറി ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. സാലറി എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ കറണ്ട് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇടുക. അതേപോലെ തന്നെയാണ് താഴെയുള്ള പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷനും. അത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിലാണ് ഇടുക. അപ്പോൾ എൻട്രി എഴുതുമ്പോൾ നമ്മൾ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് ഇടുക. അതേപോലെ നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫറിങ് ഓഫ് പാർട്ട്നേഴ്സ് സാലറി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. സാലറി ആയിക്കോട്ടെ കമ്മീഷൻ ആയിക്കോട്ടെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എന്താണ് എൻട്രി ചെയ്താൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സാലറി അല്ലെങ്കിൽ ടു കമ്മീഷൻ. അങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടുക. അടുത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ ഇടുക? ക്രെഡിറ്റ് സൈഡിലാണ് ഇടുക. കാരണം അത് നമ്മുടെ അത്രയും ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഇടുക. അപ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് കൊടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അതേസമയം ലോസ് ആണെങ്കിൽ എന്തായിരിക്കും എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അവിടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അത്രയും കുറയും. അതുകൊണ്ട് നമ്മൾ അതിനെ ഏത് സൈഡിലിടണം? ഡെബിറ്റ് സൈഡിലിടണം. അപ്പോൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് വരണം. അപ്പോൾ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്. നോ ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അൺലെസ് ഇറ്റ് ഇസ് എക്സ്പ്രസീവ്ലി അഗ്രീഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ജനറലി പ്രൊവൈഡഡ് ഇൻ 2 സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന 2 സിറ്റുവേഷൻ ആണ് നമ്മൾ ഇനി താഴെ പറയാൻ പോകുന്നത്. വെൻ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് അൺഈക്വൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ബട്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഈക്വൽ ആയിട്ടല്ല കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. വെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈസ് സെയിം ബട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് അൺഈക്വൽ. ഇനി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എല്ലാവരും ഈക്വൽ ഷെയർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് ഈക്വൽ അല്ല. ഈ 2 സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ജനറലി കൊടുക്കാറ്. When there are both addition and withdrawal of capital by the partners during a financial year, interest on capital is calculated as follows. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്യാപിറ്റൽ അഡീഷൻ ഉണ്ടായി, അതായത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസറും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ വിഡ്രോയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ താഴെ കാണുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുക. ഓപ്പണിംഗ് ആൻഡ് ക്യാപിറ്റലിന് നമ്മൾ ഫുൾ ഇയറിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണും. അഡീഷണൽ ക്യാപിറ്റലിന് നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക? അഡീഷണൽ ക്യാപിറ്റൽ എന്നാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ആ ദിവസം തൊട്ട് ആ ഫിനാൻഷ്യൽ ഇയർ എന്നാണോ എൻഡ് ചെയ്യുന്നത് ആ ദിവസം വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു ഡേറ്റിന് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണോ വിഡ്രോവൽ ഡേറ്റ് അവിടെ നിന്ന് തൊട്ട് എന്നാണോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് അവിടെ വരെയുള്ള ഡേറ്റിനായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ചാർജ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കൊടുക്കണം. ഒരു അഗ്രീഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ വിഡ്രോവൽ കുറയും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പല സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. When fixed amount is withdrawn every month, if withdrawn on
നമ്മൾ എന്ന് വിഡ്രോ ചെയ്യുന്ന കേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എത്ര മാസത്തേക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ആണ് നമ്മൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6/1/2 മന്ത്സിനായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. മിഡിൽ ഓഫ് എവറി മന്ത്, എല്ലാ മാസവും ഒരു മിഡിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ 6 മന്ത്സിനായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എല്ലാ മാസവും അവസാനത്തെ ദിവസമാണ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5/1/2 മന്ത്സിനായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. When the amount is withdrawn at the beginning of each month, average period നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം 6/1/2 ആണ്. കണ്ട ടോട്ടൽ പീരീഡ് ഇൻ എ മന്ത് പ്ലസ് 1/2 ആണ് നമുക്ക് 6/1/2 എന്ന് കിട്ടുന്നത്. അതുപോലെ വെൻ എമൗണ്ട് ഇസ് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പീരീഡ് ഇൻ മന്തിൽ നിന്ന് 1 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12 - 1/2 ചെയ്യുമ്പോൾ 5/1/2 കിട്ടും. ഇനി മിഡിൽ ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പീരീഡ് ഇൻ എ മന്ത് ബൈ 2 ചെയ്യുമ്പോൾ 12/2 ചെയ്താൽ 6 മന്ത്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ഇപ്പോൾ ഡ്രോയിങ്സ് നടക്കുന്നത് 1 lakh rupees-ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10 rupees ആണെന്നുണ്ടെങ്കിൽ 10% ആണെന്നുണ്ടെങ്കിൽ 1 lakh ഇൻറ്റു 10% ഇൻറ്റു 6/12 മിഡിൽ ഓഫ് ദ മന്തിലാണ് എല്ലാ മാസവും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ഈച്ച് എൻഡ് ഓഫ് ദ മന്തിലാണ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം? 1 lakh ഇൻറ്റു 10% ഇൻറ്റു 5/1/2/12 ആയിരിക്കും നമ്മൾ കാണാം. അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നത് ഒരു മന്തിൻ്റെ ബിഗിനിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 lakh ഇൻറ്റു 10% ഇൻറ്റു 6/1/2/12 എന്നാണ് നമ്മൾ കാണാം. മന്ത്ലി വിഡ്രോവൽ വന്നാൽ എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് ക്വാർട്ടർലി വിഡ്രോവൽ വന്നാൽ എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. വെൻ ഫിക്സ്ഡ് എമൗണ്ട് ഇസ് വിഡ്രോൺ ക്വാർട്ടർലി, എമൗണ്ട് വിഡ്രോൺ അറ്റ് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പീരീഡ് എടുക്കുക 7/1/2 മന്ത്സ് ആണ്. ഇനി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4/1/2 മന്ത്സ് ആയിട്ടാണ് എടുക്കുക. വെൻ വാരിയിങ് എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ, അപ്പോൾ പല സമയങ്ങളിലായിട്ട് പല എമൗണ്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൻ പാർട്ട്ണർ വിഡ്രോ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് മണി അറ്റ് ഡിഫറെൻറ്റ് ടൈം ഓഫ് ഇൻ്റർവെൽ, ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പോൾ പല സമയങ്ങളിലായിട്ട് പല ഡേറ്റുകളിലായിട്ട് പല എമൗണ്ട് ഒരു റെഗുലർ അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അണ്ടർ ദ പ്രൊഡക്റ്റ് മെത്തേഡ് ഫോർ each withdrawal, money withdrawn is multiplied by the period, usually expressed in months, from the date of the withdrawal of the last date of accounting year. The products so calculated are totaled and interest for 1 month at a specified rate is worked out on the total of the product. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കോളംസ് വരയ്ക്കണം. ഒന്ന് ഡേറ്റ് കോളം, എന്നൊക്കെയാണ് വിഡ്രോ ചെയ്തേക്കുന്നതെന്നുള്ളത്. രണ്ടാമത്തത് എമൗണ്ട് വിഡ്രോൺ എന്നുള്ളൊരു കോളാണ്, എത്രയൊക്കെ എമൗണ്ടാണ് വിഡ്രോ ചെയ്തേക്കുന്നതെന്നുള്ളത്. പിന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എന്നാണോ വിഡ്രോവൽ നടത്തിയേക്കുന്നത് ആ ഡേറ്റ് തൊട്ട് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് വരെ എത്ര നാളുണ്ട്, അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഇൻറ്റു ടൈം പീരീഡ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കാണാനായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ പല പീരീഡുകളിൽ പല ഡേറ്റുകളിൽ പല എമൗണ്ടാണ് വിഡ്രോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 10% ആണെന്നുണ്ടെങ്കിൽ 10% ഇൻറ്റു 1/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. When date of withdrawal are not specified, it is assumed that amount was withdrawn evenly in the middle of the month throughout the year. അപ്പോൾ ഇനി നമ്മൾ ഡേറ്റ് ഓഫ് വിഡ്രോവൽ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുക എല്ലാ മാസവും ഒരു മിഡിലായിട്ടുള്ള ഡേറ്റിലായിരിക്കും വിഡ്രോ ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാണാൻ എങ്ങനെയാണ്? എമൗണ്ട് വിഡ്രോൺ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 6/12 എന്നാണ് നമ്മൾ കാണാം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വിഡ്രോവലിൻ്റെ ഇൻട്രസ്റ്റ് കാണാം. ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്, ഇതിൽ ഇത്രയാണ് പറയുന്നത്. ചില പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിട്ടുണ്ടാവും ആ പാർട്ട്ണർക്ക് മിനിമം ഇത്ര പ്രോഫിറ്റ് കൊടുക്കാമെന്നുള്ളത്. ഏതെങ്കിലും ഒരു ഇയറിൽ ആ പ്രോഫിറ്റ്, ആ ഒരു ഗ്യാരണ്ടി മിനിമം പ്രോഫിറ്റ് ബിസിനസ്സിന് ഇല്ലയെന്നുണ്ടെങ്കിൽ എത്രയാണോ കുറവ്, ഗ്യാരണ്ടി മിനിമം പ്രോഫിറ്റ് ആവാനായിട്ട് എത്രയാണോ കുറവ് ആ പൈസ മറ്റ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് ഈ പാർട്ട്ണർക്ക്, ഈ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട്ണർക്ക് കൊടുക്കണം. അത് എല്ലാ കേസിലും ഉണ്ടാവില്ല, ചില കേസിലാണ് ഉണ്ടാവുക. ഇനി ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ബാക്കി
പാർട്ട്നേഴ്സ് കൂടെ ചേർന്ന് ഗ്യാരണ്ടി മിനിമം പ്രോഫിറ്റിൽ എത്ര ഡെഫിഷ്യൻസി ആണോ അത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ഷെയർ ചെയ്ത് കൊടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് നോർമലി ഇവരുടെയൊക്കെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ചിട്ടായിരിക്കും ഇതും അവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ചില കേസുകളിൽ ചില പാർട്ട്നേഴ്സ് ഇത് ഒറ്റയ്ക്ക് ഏറ്റെടുക്കും. ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ പറയുകയാണ് ഇയാൾക്ക് മിനിമം പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ മാത്രമായിരിക്കും ഈ പൈസ മുഴുവൻ, അതായത് ഗ്യാരണ്ടി മിനിമം പ്രോഫിറ്റ് ആവാനുള്ള ഡെഫിഷ്യൻസി എത്രയാണോ കുറവുള്ളത് ആ പൈസ മുഴുവൻ കൊടുക്കാനായിട്ട് ബി എന്ന് പറയുന്ന ഒരാൾ മാത്രമായിരിക്കും ലയബിൾ ആയിരിക്കുക. അതല്ല ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരാൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബിയും സിയും എഗ്രി ചെയ്തിട്ടുണ്ട്. എക്ക് ഗ്യാരണ്ടി മിനിമം പ്രോഫിറ്റ് കൊടുക്കാം എന്നുള്ളത് ബിയും സിയും എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ കേസ് എനി ഡെഫിഷ്യൻസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബിയും സിയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം ഇത് കൊടുക്കാനായിട്ട്. അടുത്ത ടോപ്പിക്കാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒമിഷൻസോ കമ്മീഷൻസോ ഒക്കെ കണ്ടെത്തിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസിൽ, പാർട്ട്ണറുടെ സാലറി, കമ്മീഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസുകളിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിയെന്നുള്ളത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യാനായിട്ട് പറ്റും. ഏത് വഴി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വഴി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നെസസറി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനായിട്ട് പറ്റും. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സിൽ ഇത്രേ പറയുന്നുള്ളൂ. പ്രൊപ്പറേറ്ററി കൺസേൺസിൻ്റെയും അതേപോലെ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെയും ഫൈനൽ അക്കൗണ്ട്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടെ എക്സ്ട്രാ ഉണ്ടാവും. അതിലെന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിനുള്ള പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അത് മാത്രമേ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ അക്കൗണ്ട്സിൽ കുറച്ചൊരു എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവുള്ളൂ.